ഉറപ്പായിട്ടും തലമുടി നരയ്ക്കുന്നതും കുറയും, ഇടതൂർന്ന തലമുടി ഉണ്ടാകുകയും ചെയ്യും. ഇത് പണ്ട് കാലത്തെ മുത്തശ്ശിമാരുടെ ഒരു അടിപൊളി എണ്ണയുടെ കൂട്ടാണ്. 30 ഗ്രാം കയ്യന്യം, 10 ഗ്രാം മൈലാഞ്ചി ഇല, 10 ഗ്രാം കറിവേപ്പിലയും വേണം, 7 ചെമ്പരത്തിപ്പൂവ്, 10 ഗ്രാം തുളസിയില, 12 പനിക്കൂർക്കല, ജീരകം, കുരുമുളക് പൊടി, ഉള്ളി. കയ്യന്യം മുടി തഴച്ചു വളരാൻ അത്യുത്തമമാണ്. മിക്സിയിൽ എല്ലാം അരച്ചെടുത്തിട്ട് ഈ വെളിച്ചെണ്ണയിലോട്ട് ഇടുക. കരിഞ്ജീരകം, കറിവേപ്പില, മൈലാഞ്ചിയില, ചെമ്പരത്തിയില ഇതെല്ലാം ചേർക്കുന്നത് മുടിക്ക് കറുപ്പ് കളറും വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ടാണ്. നീർവീഴ്ച വരാതിരിക്കാനാണ് കുരുമുളക് പൊടി, തുളസിയില, പനിക്കൂർക്കല ഇവയെല്ലാം ചേർക്കുന്നത്. ഭൃംഗരാജ് എന്ന് പറയുന്നതാണ് കയ്യന്യം. കയ്യന്യം തലയിൽ തേച്ചു കഴിഞ്ഞാൽ എത്ര മുടിയില്ലാത്തവർക്ക് മുടിയുണ്ടാകും. എണ്ണ പതയുന്നത് മാറി തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഓഫ് ചെയ്തിട്ട് കുരുമുളക് പൊടി ഇടണം, കരിഞ്ജീരകവും ഇടണം. എണ്ണയുടെ ആ ചൂടിൽ ഇത് നന്നായിട്ട് മൂത്തോളും. വീണ്ടും ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. എണ്ണ തെളിയാൻ മാറ്റി വെക്കുക. എന്നിട്ട് നാളെ വേണം ഇതൊരു കുപ്പിയിലോട്ട് പകർത്താൻ. ഇലയൊന്നുമില്ലാതെ നന്നായിട്ട് അരിച്ചെടുക്കും. സൈനസൈറ്റിസും ടോൺസിലും ഉള്ളവർ ഈ എണ്ണ ഒത്തിരി നേരം തലയിൽ വെച്ചുകൊണ്ടിരിക്കരുത്. 10 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി കളയണം. കാരണം ഭൃംഗരാജ് ഭയങ്കര തണുപ്പുള്ള ഒരു പച്ചിലയാണ്.